മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ ഇയാളെന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കൊണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ. വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കേട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കുന്ന എന്താ നീങ്ങ വന്നേ. വാ ചായ. എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പിള്ളി ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ പടവാളിൽ ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. എടാ എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം ഏത് കൊടുക്കണ്ട തീരുമാനിക്കേണ്ട ഞാനാ, അത് നീയല്ല. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം തൂങ്ങാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാൽ മതി. എടാ എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ എന്റെ പഴയ സ്വഭാവം വരും. ചെറ്റ 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 സ്വഭാവം. ചെറ്റ് പുകഴ്ത്തല്ലേ, സ്വയം പുകഴ്ത്തല്ലേ. എടാ തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എടാ തെണ്ടി അടിച്ചു നിന്റെ മുഖത്തിൽ ഷേപ്പ് ഞാൻ മാറ്റൂ. എന്നെ അടിച്ച് ഷേപ്പ് മാറ്റൂ. ഇതെന്താ ഇങ്ങനെ? എന്ത് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി ഞാൻ പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുക. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളി താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യൻ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈ ഇടയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ടാ തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ. അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ, മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ, കുറച്ച് കഷ്ടപ്പെടണോസേ. ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെയൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ് എന്ത് ബുദ്ധിമുട്ട്, നമുക്ക് ശരിയാക്കാം. ശരിയാക്കാമെന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റട്ടെ. അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല, എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരനെന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു, അത്രമാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്, ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഇതുവഴി മറന്നു. വീണ്ടും അമ്നീഷ്യ. ഹോ,
ആ ഇത് തന്നെയാണ് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്. സാർ ഇവിടെ ആരും ഇല്ലേ? താങ്ക് യു താങ്ക് യു. അരവിന്ദാക്ഷൻ സാർ. ഓഹോ, അരവിന്ദാക്ഷൻ കൊടുത്തച്ചാണല്ലേ? അപ്പൊ നിങ്ങളല്ലേ അരവിന്ദാക്ഷൻ സാറ്? അത് ഞാനല്ല. പിന്നെ അരവിന്ദാക്ഷൻ മരിച്ചു. മരിച്ചോ? മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരാൾ കുറച്ച് നേരത്തെ വന്ന് ഇപ്പോണ്ട് പോയേ ഉള്ളൂ. അങ്ങേര് പച്ച ജീവനുടെ മുകളിൽ ഇരിപ്പുണ്ട്. എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? പാടോ. ചെറുക്കനെ ഉണ്ടാക്കി സ്വീകരണം കൊടുക്കാൻ പറ്റിയ ഒരു ചലക്ക് എന്താ കൊടുത്താൽ? ഇന്നലെ വരെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാത്ത അരവിന്ദാക്ഷൻ സാറിന്റെ സ്റ്റാറ്റസ് ഉയർത്തി ആരാന്നറിയോ? ഈ ഞാൻ. എന്റെ പടവാൾ. ഇങ്ങടുത്ത് വാ. എന്റെ അടുത്തൊട്ടി നിന്നാൽ നിന്നെയും 10 പേരെ കൊണ്ട് സ്വീകരണം തരാനുള്ള ഒരു അവസ്ഥ പടവാൾ വഴി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ ചപ്പടാച്ചടിക്കാതെ വിശ്വാ. ഇന്ന് വരെ തന്റെ കൊടുവാൾ പടവാൾ എന്തു ആളായാലും 10 കോപ്പി തികച്ചു വിറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എടാ, എന്റെ പടവാളിനെ തൊട്ട് കളിച്ചാൽ നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? തൽക്കാലം പഠിച്ചോ? കൺഗ്രാചുലേഷൻ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു. സോറി, ഇപ്പൊ ടൈമില്ല. സാർ പ്ലീസ്. സാർ ഇന്നലെ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചില്ലേ? ഓ പിടിച്ചു. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നവരാണെങ്കിൽ ഓഫീസിലേക്ക് വരും. ഓഫീസിലേക്ക് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല സാർ. ആരാണ് ഇൻഫർമേഷൻ തന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളകം പൊയ്ക്കോളാം. അത് പുറത്തു പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ സീക്രട്ട്. പുറത്താരോടും പറയണമെന്നില്ല സാർ. ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് അവനെയാണ്, ആ ഇൻഫോർമറെ. സാറ് പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? എന്നെ വെരട്ടി ഇൻഫോർമർ ആരാണെന്ന് അറിയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. അത് ശരി. രാഘവ, ഞാൻ ചോദിച്ചിട്ട് സാറ് പറയുന്നില്ല. നീ തന്നെ സാറിനോട് ചോദിക്ക്. ഒന്ന് മയത്തി ചോദിച്ചാ മതി. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വിലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം. കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ എന്റെ പേര് സാർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു. ആര്? താനോ? അല്ല, അവര്. പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു. കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടെ കിട്ടിയതായിരിക്കും. അല്ല ചേച്ചാ, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ. അല്ല, പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനും കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. അത് പോട്ടെ. ആരായിരുന്നു ഇൻഫോമർ? അതൊന്നും അറിയില്ല. ഒരു ഇൻഫർമേഷനും ഇല്ലാതെ കയറി വന്നുള്ള ഒരു ആക്രമണമായിരുന്നു എന്റെ നേർക്ക്. അതല്ലടോ, പട്ടരെ പിടിക്കാനായി തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഇൻഫോമർ ആരായിരുന്നെന്നാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് അവർക്കും അറിയേണ്ടിയിരുന്നത്. 3-4 പേര്, അല്ല 10-40 പേര് അടിച്ചെന്നെ ഈ പരുവത്തിലാക്കിയിട്ടും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. സാറിന്റെ വേല മനസ്സിലിരിക്കട്ടെ. തന്ത്രപൂർവ്വം എന്റെ ഇൻഫോർമർ ആരാണെന്നറിഞ്ഞ് അയാളിൽ നിന്നും എനിക്ക് കിട്ടേണ്ട വിവരങ്ങൾ തട്ടിയെടുത്ത് പല കേസുകളും പിടിച്ച് ക്രെഡിറ്റ് സ്വയം തട്ടിയെടുക്കാനുള്ള അടവ് നടപ്പില്ല. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. താൻ കേസ് എടുക്കുകയോ ക്രെഡിറ്റ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈ പൊല്ലാപ്പിലൊന്നും ഞാനില്ല. ഇന്ന് രാത്രി മുതൽ എനിക്ക് ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി താനൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ? പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാണ്. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങാം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചോ, നല്ല എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രയ്ക്ക് സർക്കുലേഷൻ ആയി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി ഉണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണം. സോറി സോറി. എനിക്കതല്ല, എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാരമടങ്ങ് അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണൊരു വഴി? അതിലല്ല സാർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ, വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യിലില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാൻ എനിക്ക് പൈസ ഞാൻ തരാം.
സാർ വയ്ക്കോ. നാണമില്ലല്ലോടോ, 50 രൂപ ചീറ്റിപ്പോയല്ലേ. എടാ നിന്റെ മുതലാളി എവിടെ പോയി കിടക്കുക? എന്റെ വിശ്വ പടവാള് പോലുള്ള ഒരു ഡൂക്കിളി പത്രത്തിന് അങ്ങേര് പരസ്യം തരൂല. അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. അങ്ങേരെ കണ്ട് ഒരു പരസ്യം ഒപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കൂ. അതിന് വിളിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുറച്ചു മുമ്പ് അലക്സ് എന്ന ആളെ അന്വേഷിച്ച് റൂമിലേക്ക് പോയപ്പോ. ഒരൊറ്റയടി. ആ, അന്ന് അരവിന്ദാക്ഷൻ സാറിന്റെ വീട്ടിൽ വന്ന ഡിറ്റക്റ്റീവ്. സാർ സാർ 1 മണിക്കൂർ അല്ല 1 മിനിറ്റ്. ഇൻവെസ്റ്റിഗേഷൻ അറിഞ്ഞതാണല്ലേ? അറിയാം. ഇൻവെസ്റ്റിഗേഷൻ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. സാർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നും കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ സാറിന് ചില രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും കേസ് പിടിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അരവിന്ദാക്ഷൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളല്ലേ? സാറിനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ഓൺ ദ വേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, ഗർജിക്കുന്ന പടവാൾ പത്രത്തിന്റെ ആൾ ഇൻ ആൾ. തൽക്കാലം ഇന്റർവ്യൂ ഒന്നും വേണ്ട. അതെന്താ അതെന്താ? ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ രഹസ്യമായ അന്വേഷണം നടത്തുന്ന, അത് പരസ്യമാക്കാൻ പാടില്ല. അതെന്റെ പ്രൊഫഷനെ ആ ബാധിക്കും. കറക്റ്റ്. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഞാൻ വിക്രമൻ, ഹോട്ടൽ സീവേഴ്സിന്റെ ഓണർ. ഹലോ. ആര് ആര്? ഓണർ നിർത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അയ്യേ. ആ അത് പോട്ടെ. പിന്നെ അരവിന്ദാക്ഷൻ സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചിരിക്കാം. ഓ, ഒരു റിവാർഡിന്റെ കാര്യത്തിനായിരിക്കും. പുള്ളിയുടെ കെയർ ഓഫിൽ സർക്കാരിൽ നിന്ന് എനിക്കൊരു 20 lakhs rupees കിട്ടാനുണ്ട്. 20 lakhs? അതെ. 20 lakhs എന്ന് പറയുമ്പോ എത്ര കോടി രൂപയാ? വിട് വിട് വിട്. ആരാ പോയ പാർട്ടി? എക്സ്പോർട്ടർ കറിയാച്ചൻ, കൈ ചൂണ്ടിക്കറിയാച്ചൻ, റൂം നമ്പർ 303. പടവാളുള്ള പത്രത്തിനൊന്നും ഇന്റർവ്യൂ വരൂല. കാണുന്ന പോലെയൊന്നും അല്ല. ഡീസന്റ് പാർട്ടി സാർ. പോടെ. അയാളുടെ കൂടെ പോയതാരാണ്? അയാളുടെ ഭാര്യ. ഭാര്യയോ? അയാളുടെ ഭാര്യ വെച്ചിട്ട് 10 വർഷമായി. ഇത് കേസ് വേറെയാണല്ലോ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. ഹോട്ടൽ സീവേഴ്സിൽ വ്യവസായ പ്രമുഖനായ കൈചൂണ്ടിക്കറിയാച്ചന്റെ രതിലീലകൾ. നാളെ എന്റെ പത്രം 500 കോപ്പി എക്സ്ട്രാ ചിലവാകും. എടോ എന്റെ ജോലി ആയിരിക്കും. ജോലി തെറിക്കട്ടെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്യണം. എന്റെ ജോലി. ഒരു യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ആത്മാർത്ഥമായ കടമയാണ് പത്രപ്രവർത്തനത്തിലുള്ള സത്യസന്ധത. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം. മുഖം നോക്കാതെ എന്തും തുറന്നെഴുതുന്ന കരുത്തനായ ആദർശധീരനായ ഒരു പത്രാധിപരാണെന്ന്. വിവരമുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കണേ. ചേട്ടൻ വാ, കാര്യമുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. എന്റെ ജോലി മുതലാളിയോട് പറഞ്ഞ് പരസ്യം ഞാൻ ശരിയാക്കി. ആദ്യം ഈ പരസ്യം ശരിയാവട്ടെ, എന്നിട്ട് മതി മറ്റേ പരസ്യം കേട്ടാ. 3 ദിവസത്തിനുള്ളിൽ പട്ടരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ സസ്പെൻഷനിലാവും. സാറ് സമാധാനായിട്ടിരിക്കൂ. എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ഞാൻ സംസാരിക്കാം. സാർ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ആകെ കുളമാകും. ഞാൻ തന്നെ ഒരു മയത്ത് സംസാരിച്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? മോനെ മോനെ, നീ എന്നോട് മാത്രം സത്യം പറ. ആ പട്ടണം എവിടെയാ ഉള്ളത്? എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞോളാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് അവരുടെ സീക്രട്സ് അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ആ. ഞങ്ങളുടെ പ്രൊഫഷന്റെ പോളിസി അതാണ്. ആ പട്ടര് സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്ന് റോണിക്ക് വിവരം കിട്ടിയല്ലോ. ആ വിവരമാണല്ലോ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. പട്ടരുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന കള്ള അഡ്രസ് ആയിരുന്നു. അയാൾ എവിടെയാണെന്നുള്ള വിവരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോണിയെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പട്ടരെ കാണിച്ചു കൊടുത്തോടി എന്റെ ജോലി കഴിഞ്ഞു. കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് അയാൾ ചാടിപ്പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? എന്നൊക്കെ പറഞ്ഞ പട്ടരുടെ വീട് എവിടെയാണ്, അയാൾ ആരെ ഏജന്റാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടിയ ആ പാവം മാനസികമായിട്ട് തളർന്നിരിക്കണം. മോനെ, അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ ഒരു പുതിയ കേസ് അന്വേഷണത്തിലാണ്. അതിനിടയിൽ ഇതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ താനല്ലാതെ വേറെ ആര് കണ്ടുപിടിച്ചു തരാനാ? തന്റെ കുളമാക്കരുത്. ഞങ്ങൾ മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അല്ലാതെ സാറിന് ഞങ്ങൾ വിടില്ല. Please, മോനെ. അയ്യേ, ഞാനെന്തോ ചെയ്യാനാ? ചുമ്മാ. അയ്യോ, കർത്താവേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? നടക്കില്ല സാർ.
അവനൊരു പാട് ലുക്കുണ്ടല്ലോ. രക്ഷപ്പെടാ, ഇത് എന്റെ വഴി. പറയാം. പട്ടരിപ്പ് ആരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മാത്രം പറയാം. ദോ, ആ കാണുന്ന 6-6.5 അടി പൊക്കമുള്ള ആ താടിക്കാരനില്ലേ, അയാളെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഏത് പട്ടര്, എന്ത് പട്ടര് എന്നൊക്കെ പറയും, കാര്യമാക്കരുത്. മുറുകെ പിടിച്ചാൽ മണി പോലെ രഹസ്യങ്ങൾ പുറത്തു വരും. മോനെ, മണി മണി പോലെ ഞങ്ങൾ പറയിപ്പിക്കും. ആ താടിക്കാരൻ ആരാണാവോ? ഇനി എന്തൊക്കെ സംഭവിക്കും? ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ നീ ആരെ കാണിച്ചു കൊടുത്തേ? അവിടെ നിന്ന് ഏതോ ഒരുത്തനെ, ഒരു വില്ലന്റെ ലുക്കുണ്ട്, ഒരു അധോലോക എഫക്ട്. എന്നിട്ട് അവർ വിശ്വസിച്ചു? അവനെ കണ്ടാൽ ആരും വിശ്വസിക്കും. അവര് മൂന്നുപേരും കൂടെ അവന്റെ പുറകെ പോയി. ഉഴപ്പാവോളിയാ. അതിനു മുമ്പ് തടിയും കൊണ്ട് ഞാനിഞ്ഞു പോന്നില്ലേ. അവസാനം സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ പോവൂ. അത് അപ്പോഴല്ലേ, ആ ടൈമിന് അതനുസരിച്ചുള്ള നമ്പറുകൾ ഞാനിടും. ആ കാണുന്നതാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കാണിച്ചു തന്ന ആ തടിയന്റെ കാറ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്ത്? ഇറങ്ങ്, ഞാൻ പറഞ്ഞു എന്താ കാര്യം. ആ സാറ് ഇവിടെ നിന്നോളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാനും അരവിന്ദാക്ഷൻ സാറും ഇവിടെ നിന്ന് വാച്ച് ചെയ്തോളാം. നീ അകത്ത് പോയി നോക്കിയിട്ട് വാ. ഞാനോ? എവിടെയും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ നീയാണ് മിടുക്കൻ. അരവിന്ദാക്ഷൻ സാറിന്റെ പട്ടരെ കുറിച്ചുള്ള വിവരം അറിയാം. തനിക്ക് സെൻസേഷൻ ന്യൂസ്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി എനിക്ക് എന്ത് കാര്യം? കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ കേരള ജനത നാളെ ഉണരുന്നത് പടവാളിന്റെ സെൻസേഷൻ ന്യൂസ് കേട്ടായി. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് വിക്രമന്റെ വീരശൂര പരാക്രമങ്ങൾ. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കള്ളക്കടത്ത് കേന്ദ്രം പിടിച്ചു, അതും നിന്റെ സഹായത്തോടെ. നിന്റെ കളർ ഫോട്ടോ ഫ്രണ്ട് പേജിൽ പടവാളിന്റെ. ധൈര്യമായിട്ട് പോകും. ധൈര്യം പുരുഷ ലക്ഷണം. അവൻ അകത്ത് കടന്നിരിക്കുന്നു. ഞാൻ കണ്ടു. ഇവിടെ ആരും ഇല്ലേ? ഓക്കെ. അവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ നടത്താം. ഒരു സിറ്റി ഓഫീസുണ്ട്, കൺവീനിയൻസ് ആയിട്ട്. നീ ആരാ? എന്റെ പേര് വിക്രമൻ. ഹോട്ടൽ സീ വേവ്സിൽ റിസപ്ഷനിസ്റ്റ്. താനെന്തിന് ഇവിടെ വന്നു? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷനോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു നിങ്ങൾ കള്ളക്കടത്തുകാരാണെന്ന്. ഏത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്? പറയടാ. റോണി. എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഇതാ എനിക്ക് നീ ജീവനോട് വന്നോ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നിന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ സാറ്? അല്ലേ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അവർ നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമര്യാദ കഴിഞ്ഞവരെ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞേനെ. അവര് ഡീസന്റ് പാർട്ടീസാ. എന്നിട്ടും തല്ലിയോ? അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരി എടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം. ഇനി അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ അന്വേഷിച്ചാ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. പ്ലീസ്, പതുക്കെ പോണം. പാവം, നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി തടവി കൊടുക്കട്ടെ. ഒരു 50 രൂപയുണ്ട് കൺവീൻസ് കുഴമ്പിനാ. സാറേ, അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആകെ അടച്ചു മൂടി ഒരു വണ്ടിയിലായിരിക്കും അവർ വരിക. വണ്ടിയുടെ നമ്പർ? കള്ളക്കടത്തുകാരല്ലേ, അവർ ഏത് നമ്പറിലും വരാം. അതെ അതെ, കള്ളന്മാരല്ലേ. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആ പൊക്കെ പൊക്കെ, വിട്ടോ വിട്ടോ വിട്ടോ. ഗുഡ് ലക്ക്.
മിക്കവാറും നാളത്തെ പടവാൾ ഒരു കലക്ക് കലക്കും. അടച്ചു മൂടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞ അടച്ചു മൂടിയ വണ്ടി അപ്പൊ പിടിക്കില്ലേ? പിടിക്കും. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ എടാ മണ്ടൻ അരവിന്ദാക്ഷനെ പറ്റിക്കാനാണോ പ്രയാസം? നമ്മൾ ഉടനെ ഉൾട്ടടിക്കുന്നു. അമ്മാര് പെട്ടെന്ന് പ്ലാൻ മാറ്റി, പെട്ടെന്ന് റൂട്ട് മാറ്റി, ഇങ്ങനെ എന്തൊക്കെ. ഏതായാലും നമ്മുടെ സാധനം കസ്റ്റംസ് എസ്കോർട്ടോടുകൂടി സേഫ് ആയിട്ട് കടത്തിയല്ലോ. ഡോണ്ട് വറി, ബി ഹാപ്പി. താനെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? എയർപോർട്ട് ഡ്യൂട്ടി നോക്കേണ്ടത് എനിക്കെന്താണ് ഇവിടെ കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എനിക്ക് പല പല കാര്യങ്ങൾ കാണും, അതും തന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്കും പല 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 കാര്യങ്ങൾ കാണും, അതും സാറിനോട് പറയേണ്ട കാര്യമില്ല. എന്റെ അധീനതയുള്ള ചെക്ക് പോസ്റ്റ് ആയത്. ഈ ചെക്ക് പോസ്റ്റ് സാറിന്റെ അമ്മായിമ്മയുടെ വകയല്ലോ. അനാവശ്യം പറയരുത്. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ്. എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള സ്പെഷ്യൽ ഓർഡർ എനിക്കുണ്ട്. ആ ഇൻഫർമേഷൻ ഇങ്ങനെ ഞാൻ നോക്കിക്കോളൂ. ആ പുളുത്തുവന്ന് താൻ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല പല ഇൻസൾട്ടുകൾ താൻ കേൾക്കേണ്ടി വരും. തനിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സൂക്ഷിച്ച് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ നാറും. ഞാനല്ലടോ താൻ. എടോ തന്നെ ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞളയും കാണിക്കാൻ നടക്കും. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ആ ഇതാണ് റോണി പറഞ്ഞ അടച്ചു മൂടിയ വണ്ടി. ഇത് തന്നെയാണോ വണ്ടി? ഇത് തന്നെയാണ് വണ്ടി. ഡോക്യുമെന്റ് ആ വിട്ടേക്ക്. ഇവിടെ മരട്ടെ. എന്താ കാര്യം? എനിക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. ആ പേപ്പേഴ്സ് കറക്റ്റ് ആണ്. ആയിക്കോട്ടെ, എന്നാലും വണ്ടി പരിശോധിക്കാൻ എന്താ തെറ്റ്? വണ്ടിയിലെന്താ? ക്യാഷ് നട്സാ, ഫാക്ടറിയിൽ നിന്ന് ഷിപ്മെന്റ് കൊണ്ടുപോവാ. താൻ വണ്ടി എടുത്തോണ്ട് വിടും. ഇയാളെ കാര്യം ഞാൻ നോക്കിക്കോളാം. കവർ ഓഫ് ദി വെഹിക്കിൾ. നോ. ഷട്ട് അപ്പ്. കം ഓൺ, കവർ ഓഫ് ദി വെഹിക്കിൾ. സാർ പോണം. ഇറങ്ങടോ.